നമസ്കാരം. ഞാൻ ഡോക്ടർ അഞ്ജലി അമ്മൻ, ആയുർവേദ കൺസൾട്ടന്റ് വർക്കിംഗ് വിത്ത് ഐ ശക്തി ഇൻ മുംബൈ. ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന ബെല്ലി ഫാറ്റ് കുറയ്ക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? ഞാൻ പലതരത്തിലുള്ള എക്സസൈസിന്റെയും അതുപോലെ തന്നെ വയറ് കുറയ്ക്കാനുള്ള ടിപ്സിന്റെ ഒക്കെ വീഡിയോ ഇടുന്ന സമയത്ത് അതിന്റെ ഇടയിൽ കണ്ടുവരുന്ന കോമൺ ആയിട്ടുള്ള ഒരു കമന്റ് ആണിത്. ഡെലിവറിക്ക് ശേഷം പല സ്ത്രീകളിലും ഈ ഒരു ഡൗട്ട് ഉണ്ടാകും. അവർ പറയാറുണ്ട്, മാഡം കുട്ടി പുറത്തേക്ക് വന്നു പക്ഷെ ഇപ്പോഴും വയറ് പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന്റെ പോലെ തന്നെയാണെന്ന്. ശരീരത്തിന്റെ ഫാറ്റും കുറഞ്ഞു, പക്ഷെ വയറിന്റെ അവിടെ കാണുന്ന ഫാറ്റ് മാത്രം നന്നായിട്ട് കുറയുന്നില്ല. അത് കുറയാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യുക? അതുപോലെ തന്നെ അത് നന്നായിട്ട് കുറയുമോ എന്നുള്ളതും പലർക്കും ഡൗട്ട് ഉണ്ടാവാറുണ്ട്. തീർച്ചയായിട്ടും കുറയും. ഡെലിവറി കഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കുടവയറ് കുറയ്ക്കാന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ള ഒരു കാര്യം കൂടിയാണ്. കാരണം ഡെലിവറി കഴിഞ്ഞ ആ ഒരു സമയമുണ്ടല്ലോ, സ്ത്രീകൾ ധാരാളം ഹോർമോൺസിന്റെ ചേഞ്ചസ് ഉണ്ടാകും. അതുപോലെ തന്നെ ശരീരത്തിൽ നന്നായിട്ട് വാട്ടർ റിട്ടൻഷൻസും ഉണ്ടാകും. അപ്പൊ ആ ഒരു സമയത്ത് ആദ്യത്തെ ഒരു 2-3 മാസം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ഇവിടെ ഈ പറയുന്ന കാര്യങ്ങൾ നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വയറ് നിങ്ങൾക്ക് നല്ല രീതിയിൽ കുറയ്ക്കാനായിട്ട് പറ്റും. നിങ്ങളോട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ ഗർഭാവസ്ഥയിൽ ഇരിക്കുന്ന ഒരു സമയത്തുണ്ടല്ലോ, നിങ്ങളുടെ യൂട്രസിന്റെ സൈസ് നന്നായിട്ട് കൂടുതലാകും. അതുപോലെ തന്നെ വയറിന്റെ ഉള്ളിൽ കുട്ടിയുണ്ട്, പ്ലാസന്റി ഉണ്ട്, ഫ്ലൂയിഡ് ഉണ്ട്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവരൊക്കെ ക്യാരി ചെയ്യാനായിട്ട് നമ്മുടെ വയറിന്റെ അവിടുത്തെ മസിൽസ് കുറച്ചൊന്ന് പുറത്തേക്കൊന്ന് വലിഞ്ഞു മുറുകും. പ്രസവിച്ച് കഴിയുന്ന സമയത്ത് കുട്ടി പുറത്തേക്ക് പോകും, പ്ലാസന്റിയും ഫ്ലൂയിഡ് ഒക്കെ പുറത്തേക്ക് പോകും. അപ്പൊ ചില ആളുകളിൽ കാണാം അതൊക്കെ പുറത്ത് പോകുന്ന സമയത്ത് വയറൊന്ന് കുറച്ചൊന്ന് ചുങ്ങി വരും. പക്ഷെ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് വലിയൊരു മാറ്റം അങ്ങനെ കാണാനായിട്ടും പറ്റില്ല. ഒരു 1-2 മാസമൊക്കെ കഴിയുന്ന സമയത്ത് യൂട്രസിന്റെ സൈസ് ഉണ്ടല്ലോ, അത് ജസ്റ്റ് ഒന്ന് നോർമൽ പൊസിഷനിലേക്ക് ആവാനായിട്ട് വരും. കുറച്ചൊരു 1 മാസം 2 മാസം ഒക്കെ കഴിയുമ്പോൾ. പക്ഷേ ഈ വലിഞ്ഞു മുറുകിയിട്ടുള്ള മസിൽസ്, നമ്മുടെ വയറിന്റെ അവിടുത്തെ മസിൽസും ടിഷ്യൂസും അത് മാത്രം നോർമൽ പൊസിഷനിലേക്ക് ആവില്ല. ഇതിനായിട്ട് നിങ്ങൾ സ്ട്രിക്റ്റ് ആയിട്ട് നന്നായിട്ട് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും പ്രിഫർ ചെയ്യില്ല. കാരണം ആദ്യത്തെ കുറച്ച് വർഷങ്ങളൊക്കെ കുട്ടിക്ക് മുലപ്പാല് കൊടുക്കേണ്ട ഒരു സമയമാണ്. അപ്പൊ ഒരു 6 മാസം, അറ്റ്ലീസ്റ്റ് ഒരു 1 വർഷം 2 വർഷമൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചാൽ മാത്രമേ കുട്ടിക്ക് അതിനുള്ള ന്യൂട്രീഷൻസ് ഒക്കെ കിട്ടുള്ളൂ. അപ്പൊ ആ ഒരു കാര്യം ഞാൻ ഒരിക്കലും പ്രിഫർ ചെയ്യില്ല. അപ്പൊ ഇനി എന്താണ് നമുക്ക് നമ്മുടെ ടമ്മി കുറയ്ക്കാനായിട്ട് ചെയ്യാനായിട്ട് പറ്റുക? അതിനുള്ള എക്സസൈസും അതുപോലെ തന്നെ ഡയറ്റും പറയുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ കുറച്ച് ഉപകാരപ്രദമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് കേൾക്കണം. കാരണം കുറച്ച് നാട്ടറിവാണ്, പക്ഷെ ഇതും കൂടി നിങ്ങൾ ഫോളോ ചെയ്താൽ നല്ലൊരു റിസൾട്ടിലേക്കും നിങ്ങൾക്ക് കിട്ടും. 3 കാര്യങ്ങൾ ഞാനിവിടെ പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ, എന്തിനാണ് വയറ് നന്നായിട്ട് ഇങ്ങനെ കെട്ടിവെക്കണം എന്ന് പറയുന്നത്? പണ്ടത്തെ ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, പ്രസവം കഴിഞ്ഞിട്ടുള്ള സ്ത്രീകൾ നന്നായിട്ട് വയറിങ്ങനെ മുറുക്കി കെട്ടണം എന്നൊക്കെ പറയും. അതിനായിട്ട് കുറെ വലിയൊരു സാരിയും ഷാളും കൊണ്ടൊക്കെ നന്നായിട്ട് ഇങ്ങനെ ടൈറ്റ് ആയിട്ട് കെട്ടിവെക്കും. ഇതിന്റെ റീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്രസവം കഴിഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ യൂട്രസിന്റെ സൈസ് നന്നായിട്ട് കൂടും. അതുപോലെ തന്നെ വയറിന്റെ അവിടുത്തെ മസിൽസ് ഒക്കെ നന്നായിട്ട് വീക്ക് ആയിട്ട് വരാനും നല്ല സാധ്യതയുണ്ട്. അപ്പൊ ഇങ്ങനെ കെട്ടിവെക്കുന്നതിലൂടെ മസിൽസ് ഒക്കെ നന്നായിട്ട് ടൈറ്റ് ആകുന്നതിനും ഒരു ടോൺ കിട്ടുന്നതിനും വളരെയധികം സഹായിക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു മാർക്കറ്റിലൊക്കെ ഇതേപോലെ ബെൽറ്റ് പോലെയുള്ള കാര്യങ്ങളും അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെയും യൂസ് ചെയ്യാം. ഇത് നല്ലതാണ് കേട്ടോ. ഇനി മറ്റൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നോക്കുകയാണെങ്കിൽ, വയറിൽ ഉണ്ടാകുന്ന ഗ്യാസിനെയും ഇത് നല്ല രീതിയിൽ കുറയ്ക്കും. അതുപോലെ നമ്മുടെ ബാക്ക് ബോണിന് നന്നായിട്ടൊന്ന് സ്ട്രെയിറ്റ് ആക്കിയിട്ട് വെക്കും. ഒന്ന് സപ്പോർട്ട് കൊടുക്കാനും നല്ലതാണ്. കാരണം പ്രഗ്നന്റ് ആയിരിക്കുന്ന സമയത്ത് വയറിൽ ഇങ്ങനെ കുട്ടീനെ നമ്മളിങ്ങനെ ക്യാരി ചെയ്യുമല്ലോ. അപ്പൊ ഈ ലോഡ് മുഴുവൻ നമ്മുടെ നട്ടെല്ലിലാണ് വരിക. അപ്പൊ പ്രസവം കഴിഞ്ഞു കഴിയുമ്പോൾ ഒട്ടുമിക്ക സ്ത്രീകളും പറയുന്ന ഒരു പരാതിയാണ് നട്ടെല്ല് വേദന എടുക്കുന്നുണ്ട്, തണ്ടല് വേദന ഉണ്ടെന്നൊക്കെ. അപ്പൊ ഇങ്ങനെ നമ്മളൊരു സപ്പോർട്ട് കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈവൻ നിങ്ങൾ മുലയൂട്ടുന്ന സമയത്താണെങ്കിലും ഈ ഒരു ബെൽറ്റ് ഇങ്ങനെ ഇട്ടതിന് ശേഷം മാത്രം നിങ്ങളിത് ചെയ്യാനും കൂടി നോക്കുക. ഇത്തരത്തിലുള്ള വേദനയും നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോ ഇനി ഇത് എത്ര നാൾ കഴിയുമ്പോൾ നിങ്ങൾ യൂസ് ചെയ്യാമെന്ന് നോക്കി കഴിയുകയാണെങ്കിൽ, ഏകദേശം ഒരു 15 ദിവസം 20 ദിവസം, ഡെലിവറിക്ക് ഒരു 15-20 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഇങ്ങനെ കെട്ടി തുടങ്ങുന്നത് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ നിങ്ങളുടെ സിസേറിയൻ ആണ് എന്നുണ്ടെങ്കിൽ ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോൾ നിങ്ങളുടെ ഡോക്ടറിനെ നിങ്ങളൊന്ന് ഫോളോ അപ്പ് ചെയ്യുക. സ്റ്റിച്ചസ് ഒക്കെ നന്നായിട്ട് ഉണങ്ങി എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യാനും കൂടി നോക്കുക. നോർമലി എടുക്കുകയാണെങ്കിൽ ഒരു 10-15 ദിവസമൊക്കെ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്നും നിങ്ങൾ ഇത് ചെയ്യാനായിട്ട് നോക്കുക. ഏകദേശം ഒരു 2-3 മാസത്തെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഈ ഒരു കാര്യം തീർച്ചയായിട്ടും ചെയ്യണം. ഇതിലും നല്ലൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി രണ്ടാമത്തെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ബ്രസ്റ്റ് ഫീഡിങ്, മുലയൂട്ടുക. ചില സ്ത്രീകൾ എന്ന് പറഞ്ഞാൽ അത്രയും സമയം ഇരുന്ന് മുലയൂട്ടാൻ പറ്റാത്തവരുണ്ട്. ചില സ്ത്രീകൾ പറയുന്നത് കേൾക്കാം, മുലയൂട്ടി കഴിഞ്ഞാൽ അവരുടെ ഷേപ്പിനെ നന്നായിട്ട് ബാധിക്കുന്നൊക്കെ പറയുന്നവരും ഉണ്ട്. അങ്ങനെയൊന്നുമില്ല. എനിക്ക് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നിങ്ങൾ എത്രത്തോളം നിങ്ങളുടെ കുട്ടികൾക്ക് മുലയൂട്ടുന്നോ, ഏകദേശം ദിവസത്തിൽ ഒരു 8 മുതൽ 10 വട്ടം വരെ നിങ്ങൾ മുലയൂട്ടുകയാണെങ്കിൽ അത്രത്തോളം നിങ്ങളുടെ വയറുള്ളിലേക്ക് പോകാനും ധാരാളം ചാൻസസ് ഉണ്ട്. ഇതിലൂടെ എന്താ ഉണ്ടാവുക വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിന്റെ കാലറി അങ്ങനെ കുറെ പോകും. അതുപോലെ നിങ്ങളുടെ യൂട്രസ് കുറച്ച് വലുതായിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാകുക. അത് നന്നായിട്ട് കോൺട്രാക്ട് ആവാനും വളരെയധികം സാധ്യതയുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം നിങ്ങൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കുക. ഇത് മാത്രമല്ല, നിങ്ങളുടെ കുട്ടികൾക്കും നല്ല ന്യൂട്രീഷൻസ് കിട്ടുകയും ചെയ്യും. അപ്പൊ ഇത് നിങ്ങൾ എത്രയും ഒരു മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല. നിങ്ങൾ നന്നായിട്ട് കുട്ടികൾക്ക് മുലയൂട്ടാനും കൂടി നോക്കുക. ഇനി മൂന്നാമത്തെ ഒരു കാര്യമാണ് സെക്ഷൽ ആക്ടിവിറ്റി.
ഡെലിവറിക്ക് ശേഷം ഒരു 6-7 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ സെക്ഷൽ ആക്ടിവിറ്റി നിങ്ങൾ തുടങ്ങാനായിട്ട് ശ്രദ്ധിക്കണം. ഇതിന്റെ റീസൺ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ബന്ധപ്പെടുന്ന സമയത്ത് നിങ്ങളുടെ വയറിന്റെ അവിടുത്തെ മസിൽസ് നന്നായിട്ടൊന്ന് കോൺട്രാക്ട് ചെയ്യാനും നിങ്ങളുടെ ശരീരത്തിന് മസിൽസിന് ഒരു ടോൺ നന്നായിട്ട് കിട്ടാനും വളരെയധികം നല്ലൊരു കാര്യമാണ്. പക്ഷെ ഒട്ടുമിക്ക സ്ത്രീകളും ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രസവത്തിന് ശേഷം ഇത്തരത്തിലുള്ള ആക്ടിവിറ്റിയിൽ അവർ ചെയ്യില്ല. ഒരേ സ്ഥലത്ത് അങ്ങനെ കിടക്കും. അതിലൂടെ നിങ്ങളുടെ വയറ് നന്നായിട്ട് ചാടി വരും, നിങ്ങളുടെ ശരീരത്തിന്റെ ഷേപ്പ് ഇല്ലാതാവുകയും ചെയ്യും. അപ്പോൾ ഏകദേശം ഒരു 7 ആഴ്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ 6 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ സെക്ഷൽ ആക്ടിവിറ്റി തുടങ്ങാനും നിങ്ങൾ നോക്കുക. പിന്നെ അടുത്തതായിട്ട് നമ്മൾ എക്സസൈസിന്റെ ഡയറ്റിന്റെ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ഒരു സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ഒരാളുകളൊക്കെ ആണെങ്കിൽ ഏകദേശം 2 മുതൽ 3 മാസം കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് മസിൽസിനെ കോൺട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് ഒക്കെ നിങ്ങൾക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല. അതുപോലെ തന്നെ യോഗ പോലെയുള്ള കാര്യങ്ങളും ചെയ്യാം. ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റാത്തവരാണ്, കുറച്ചൊന്നും ലേസി ആയിട്ടുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ള ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് നടക്കുക. ദിവസവും ഒരു 40-45 മിനിറ്റ് കണ്ടിന്യൂസ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ അത്രയും നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ രാവിലെ ഒരു അരമണിക്കൂർ, ഈവനിങ് ഒരു അരമണിക്കൂർ, അങ്ങനെ രീതിയിൽ നിങ്ങൾ നടക്കുക. നടക്കുന്ന സമയത്ത് ബെൽറ്റ് ഉപയോഗിച്ച് നടക്കുകയാണെങ്കിൽ അതിലും കുറച്ചും കൂടി റിസൾട്ട് കൂടുതലായിരിക്കും. കാരണം ബെൽറ്റ് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ മസിൽസ് ഓൾറെഡി കുറച്ചൊന്ന് കോൺട്രാക്ട് ആയിട്ട് ഇരിക്കുക. എന്നിട്ട് നടക്കുമ്പോൾ കുറച്ചൊന്ന് ഉള്ളിലേക്ക് പോകാനും കാലറി നന്നായിട്ട് ബേൺ ചെയ്യാനും നല്ലതായിരിക്കും. അപ്പൊ നടക്കാനായിട്ട് നിങ്ങൾ കൂടുതലായിട്ട് ശ്രദ്ധിക്കണം. അതിലൂടെയും നല്ല രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വയറിനെ അല്ലെങ്കിൽ വെയിറ്റിനെ നന്നായിട്ട് മാനേജ് ചെയ്യാനായിട്ട് പറ്റും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഭക്ഷണത്തിന്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ തെറ്റിദ്ധാരണ എവിടെയാണ് കൂടുതലും ആളുകൾക്ക് ഉള്ളത് കേട്ടോ. പ്രസവം കഴിഞ്ഞ എല്ലാ സ്ത്രീകളും വയറ് നിറച്ച് കുറെ ഭക്ഷണം കഴിക്കണം എന്ന് ധാരാളം ആളുകൾ പറയാറുണ്ട്. അതായത് കുറെ ഒരു പറ ചോറ് നന്നായിട്ട് കഴിക്കുക, അതുപോലെ പാല് നന്നായിട്ട് കുടിക്കുക, അങ്ങനെയൊന്നുമല്ല. പോർഷൻ കൺട്രോൾ ചെയ്ത് ഭക്ഷണം കഴിക്കുക, അതാണ് മെയിൻ ആയിട്ട് നമ്മളോട് നോക്കേണ്ടത്. ഭക്ഷണത്തിൽ നന്നായിട്ട് പച്ചക്കറികളും അതുപോലെ തന്നെ പഴങ്ങളും ഫൈബർ അടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ഇതാണ് നിങ്ങൾ മെയിൻ ആയിട്ട് ഉൾപ്പെടുത്തേണ്ടത്. ഒരു എക്സാമ്പിൾ പറഞ്ഞു തരികയാണെങ്കിൽ രാവിലെ നിങ്ങൾ എഴുന്നേറ്റപ്പോൾ തന്നെ ബ്രേക്ക്ഫാസ്റ്റ്, ഒരിക്കലും നിങ്ങൾ ഫുഡ് സ്കിപ്പ് ചെയ്യരുത്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. ഇപ്പൊ ദോശയൊക്കെയാണ് കഴിക്കുന്നുണ്ടെങ്കിൽ 2 ദോശ കഴിക്കുക. കൂടുതൽ നിങ്ങൾ കറി നന്നായിട്ട് എടുക്കാനായിട്ട് നോക്കുക. സാമ്പാറൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ പച്ചക്കറികൾ, അങ്ങനെ ഒരു രീതിയിൽ നിങ്ങൾ കഴിക്കുക. ഒരു 2 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഏതെങ്കിലും ഒരു ഫ്രൂട്ട് നിങ്ങൾ ഉൾപ്പെടുത്താൻ കൂടി നോക്കുക. ഫ്രൂട്ട് കഴിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിൽ അത്യാവശ്യം വേണ്ട ഫൈബറിന്റെ കണ്ടന്റ് ഒക്കെ നമുക്ക് നല്ല രീതിയിൽ കിട്ടും. ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ഉൾപ്പെടുത്തിയാലും അതായാലും മതി. ഇനി ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട രീതി നമ്മൾ നോക്കുകയാണെങ്കിൽ ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുന്നേ ആയിട്ട് എന്തെങ്കിലും ഒരു ബോൾ സാലഡ് നന്നായിട്ട് കഴിക്കുക. ക്യുക്കുംബർ ആണെങ്കിൽ ക്യുക്കുംബർ, ക്യാരറ്റ് ആണെങ്കിൽ ക്യാരറ്റ്, ഏതെങ്കിലും തരത്തിലുള്ള പച്ചക്കറികൾ നന്നായിട്ട് ഉൾപ്പെടുത്തുക. ശേഷം ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ ചോറ് നന്നായിട്ട് കുറച്ച് കഴിക്കുക. അതുപോലെ തന്നെ തോരൻ നന്നായിട്ട് എടുക്കുക, കറി നന്നായിട്ട് എടുക്കുക. അങ്ങനെ ഒരു പ്രൊപ്പോർഷൻ നിങ്ങൾ കീപ്പ് ചെയ്യുക. അതുപോലെ ഈവനിങ്ങിൽ നിങ്ങൾക്ക് വിശക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ ചൂസ് ചെയ്യാനും കൂടി നോക്കുക. രാത്രി എഗെയിൻ പ്രൊപ്പോർഷൻ കൺട്രോൾ ചെയ്ത് ഭക്ഷണം കഴിക്കാനും കൂടി നോക്കുക. ഈ ഒരു രീതിയിൽ നിങ്ങൾ കഴിച്ചാൽ തന്നെ അത്യാവശ്യം നിങ്ങളുടെ ശരീരത്തിന് വേണ്ട പച്ചക്കറികളും പഴങ്ങളും ഫൈബറും നല്ല രീതിയിൽ കിട്ടും. പിന്നെ മറ്റൊരു കാര്യം മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്, ദിവസത്തില് 3 ലിറ്റർ വെള്ളം നന്നായിട്ട് കുടിക്കണം. ബോഡിനെ നന്നായിട്ട് ഹൈഡ്രേറ്റ് ആക്കി വെക്കാൻ കൂടി നിങ്ങൾ നോക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ വെയിറ്റ് നന്നായിട്ട് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. അവസാനമായിട്ട് നമ്മളൊരു ടിപ്പിലേക്ക്, ഹോം റെമഡിയിലേക്ക് കടക്കുകയാണെങ്കിൽ നിങ്ങൾ 2 നേരം ചെയ്യേണ്ട ഒരു കാര്യമാണ്, ദിവസത്തില് ജീരകത്തിന്റെ വെള്ളം ഉണ്ടല്ലോ, ഒരു 2 ഗ്ലാസ് വെള്ളത്തിൽ ഒരു 2 സ്പൂൺ ജീരകം ഇട്ടിട്ട് ദിവസം 2 നേരം കുടിക്കാനായിട്ട് നോക്കുക. ഇതാണ് ഒന്നാമത്തെ ഒരു കാര്യം. രണ്ടാമത്തെ ഒരു ടിപ്പ് നോക്കുകയാണെങ്കിൽ ഒരു 2 ഗ്ലാസ് വെള്ളത്തിലേക്ക് 1 ടീസ്പൂൺ അയമോദകവും ഒരു ചെറിയൊരു പീസ് കറുവപ്പട്ട ഇതിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചിട്ട് 1 ഗ്ലാസ് ആക്കി മാറ്റുക. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഈ ഒരു ഗ്ലാസ് വെള്ളം ഇതും കൂടി കുടിക്കാനായിട്ട് നോക്കുക. അയമോദകം എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലത്തെ എക്സ്ട്രാ ഈ ടോക്സിൻസ് പോലെയുള്ള കാര്യത്തിനൊക്കെ നന്നായിട്ട് കുറയ്ക്കാനും ശരീരത്തിലത്തെ കൊഴുപ്പിനെ നന്നായിട്ട് കുറയ്ക്കാനും വളരെയധികം സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ഈ ഒരു 2 ഡ്രിങ്കും കൂടി നിങ്ങൾ ഇതിന്റെ കൂടെ ഉൾപ്പെടുത്താനും കൂടി നോക്കുക. അതുപോലെ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും നല്ല രീതിയിൽ ഫോളോ ചെയ്യുക. സോ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. വീഡിയോ ഇഷ്ടമായെന്ന് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനലിൽ പുതിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറക്കരുത്. സോ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നതുവരെ നമസ്കാരം.